ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ തന്നെ എനിക്കൊരു സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഈ കേക്കിന് ഈ പേര് വരാൻ കാരണം എന്താണെന്ന് ഗൂഗിളിനോട് സെർച്ച് ചെയ്തപ്പോൾ സ്പെയിനിലെ ലാവിന റെസ്റ്റോറൻറ്റിൽ സാൻ സെബാസ്റ്റ്യൻ എന്ന പ്ലേസിലാണ് ഇതിൻ്റെ ഒറിജിൻ. അങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നത്. ഒരു ബെസ്റ്റ് ചീസ് കേക്കാണ്. ഓവർ ഷുഗർ ഇല്ലാതെ ഒരുപാട് ചെടിക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇത് മസ്റ്റാണ് കേട്ടോ, അല്ലെങ്കിൽ കേക്കിനകത്ത് ചില പാളിച്ചകൾ വരും. ആദ്യം ഒരു ബൗളിലേക്ക് 400 ഗ്രാം ക്രീം ചീസ് ഇട്ടിട്ട് ഒരു സ്പാറ്റുല വെച്ചൊന്ന് സോഫ്റ്റൻ ചെയ്തെടുക്കുക. ഇത് 2 ക്രീം ചീസ് എടുക്കുമ്പോഴാണ് 400 ഗ്രാം ആവുന്നത്. ഇനി ഹാഫ് കപ്പ് പൗഡേർഡ് ഷുഗർ കൂടി ആഡ് ചെയ്ത് ഇതിലേക്ക് ഇടുക. എന്നിട്ടൊരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി 3 എഗ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓരോന്നും ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം വേണം അടുത്തത് ആഡ് ചെയ്യാൻ. അങ്ങനെ ഈ ചീസും മുട്ടയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 200 ml ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം, ഇതും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് ലംസ് ഇല്ലാതെ മിക്സ് ചെയ്ത് എടുക്കുക. ഈ കൺസിസ്റ്റൻസിയിൽ വരണം. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഒരു 6 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ട് 2 ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. ബേക്ക് ചെയ്യാനായിട്ട് 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. എൻ്റെത് മോർഫി റിച്ചാർഡ്സിൻ്റെ OTG ആണ്. ഓരോ ഓവൻ അനുസരിച്ചും ടൈമിങ്ങിൽ കുറച്ച് ഡിഫറൻസ് വരും. ബേൺ ബാസ് ചീസ് കേക്ക് എന്നുള്ള ഒരു പേരും കൂടിയുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ബേൺ പോലെ ഒരു ബ്രൗൺ കളറിൽ വരും. കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 2 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഹാഫ് കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ ബട്ടർ ആൻഡ് 1 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് പൊടിച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് ഇത് പതുക്കെ ഒന്ന് മെൽറ്റായിട്ട് വരും. ഗനാഷ് റെഡിയാണ്. ഇനി കേക്കിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഈ ഗനാഷ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കോരി ഒന്ന് കഴിക്കണം. എന്ത് ടേസ്റ്റാണെന്നോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ബെസ്റ്റ് ചീസ് കേക്ക് എവർ ഐ മെയ്ഡ് എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. ഞാനങ്ങനെ ഭയങ്കര കേക്ക് ലവർ ഒന്നുമല്ല, പക്ഷെ ചീസ് കേക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ കേക്കിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫ്ലോർ ഒരുപാട് ആഡ് ചെയ്യുന്നില്ല. ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് സാധാരണ കേക്ക് അപേക്ഷിച്ച്. ഇനി റെസ്റ്റോറൻറ്റിൽ പോയി ഭയങ്കര റേറ്റ് ഒന്നും കൊടുത്ത് വാങ്ങാണ്ട് ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. സിമ്പിളാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ട്രൈ ഇറ്റ് ഔട്ട്.